നമസ്കാരം സുഹൃത്തുക്കളെ. എത്രയൊക്കെ പഠിച്ചാലും പഠിക്കാത്ത കൂട്ടരാണ് നമ്മൾ പ്രവാസികളെന്നൊരു നാട്ടുവർത്തമാനം കേൾക്കാത്തവർ നമുക്കിടയിൽ വളരെ ചുരുക്കമായിരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ സമകാലീന വിഷയങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ ധാരാളം വരികൾ എഴുതുന്ന ശ്രീ പ്രദീപ് പുന്നക്കലിന്റെ വരികളാണ് ഇതും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രദീപ് പുന്നക്കലിന്റെ ആ പോസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് എല്ലാ കടപ്പാടുകളും നൽകിക്കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ധാരാളം മുൻപൊക്കെ ഇത് ധാരാളം പേർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും ഇത് പിന്നെയും പിന്നെയും നമ്മൾ അങ്ങനെ തന്നെ പോകുന്നതുകൊണ്ടാണ് യൗവനകാലത്ത് കുറെ അധികം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അവസാനം 35 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ അസുഖങ്ങളുടെ ഒരു കൂമ്പാരവും വാർദ്ധക്യ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളും എല്ലാം കൂടി ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാം അകലേണ്ടി വരികയും സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായിട്ട് അവസാനിപ്പിച്ചു. ഒടുവിൽ താൻ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് അവിടെ താൻ ഒന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലെത്തിയ ഒരാളിനെ കുറിച്ചാണ് ശ്രീ പ്രദീപ് എഴുതിയിരുന്നത്. അപ്പൊ പ്രവാസികളെ ശ്രദ്ധിക്കുക. പണത്തിനും സ്നേഹത്തിനും ബന്ധത്തിനും മീതെയാണോ പരുന്ത് പറക്കുന്നത്? പണത്തിന് മുകളിലല്ല പരുന്ത് പറക്കുന്നത്, പക്ഷെ ചിലരുടെ ബുദ്ധിക്ക് മുകളിലാണ്. ചിലരുടെ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്ന പലരുടെയും എത്രയൊക്കെ പഠിച്ചാലും പഠിക്കാത്ത കൂട്ടരാണ് നമ്മൾ പ്രവാസികൾ. മറ്റുള്ളവർക്ക് പ്രകാശനം നൽകാൻ സ്വയം ഉരുകിത്തീരുന്ന ജീവിതങ്ങളാണ് പ്രവാസിയുടേത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പടിപടിയായി മരണത്തിന് സ്വയം കൈവരിക്കുന്ന ഒരു തരം ആത്മഹത്യാ പ്രവണത തന്നെയാണ് പ്രവാസം എന്ന് പറയുന്നത്. സുഖത്തില് ആറടിക്കുന്നവർ ഗൾഫിലുണ്ട്, പക്ഷെ ഇത് 95% വരുന്ന സാധാരണക്കാരുടെ കാര്യമാണ്. ചിലർക്ക് പ്രവാസം നൽകുന്ന സൗഭാഗ്യങ്ങളെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം പ്രവാസത്തിലൂടെ അവരെല്ലാം നേടുന്നു, ഫാമിലി കൂടെ ഉണ്ട്, ആവശ്യമുള്ളപ്പോൾ നാട്ടിൽ വരാം. പക്ഷെ അതുപോലല്ല, തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ അളവ് തന്റെ അവസാന നാളുകളിലേക്ക് മിച്ചം പിടിക്കണമെന്നറിയാത്ത പ്രവാസികളില്ല. പക്ഷേ സാധിക്കാറില്ല. എത്രയോ സിനിമകളും കഥകളും സുഹൃത്തുക്കളുടെ അനുഭവങ്ങളും പ്രവാസിയുടെ മുൻപിലുണ്ട്. എന്നാലും പഠിക്കില്ല. അത് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ കുടുംബാംഗങ്ങളുടെ ചക്രവർത്തമാനത്തിൽ വീണ് അതിലിട്ട് കളയാനുള്ളതല്ല തന്റെ സമ്പാദ്യമെന്ന് തിരിച്ചറിയാത്ത പ്രവാസികൾ മനസ്സിലാക്കണം. അവർ തിരിച്ചു പോരുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ ആർഭാട ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കണം. ഓരോ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ തന്റെ കുടുംബത്തിന് ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രവാസികൾ മനസ്സിലാക്കണം, തന്റെ കുടുംബാംഗങ്ങളുടെ സമയാസമയങ്ങളില് സ്വഭാവ വ്യത്യാസങ്ങൾ, താൻ ഉള്ളപ്പോഴുള്ളതും താൻ ഇല്ലാത്തപ്പോഴും, താൻ പണി മതിയാക്കി പ്രവാസം മതിയാക്കി തിരിച്ചു എന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്നതും തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നിർബന്ധിതനായി സ്വന്തം നാടും നാട്ടാരെയും കുടുംബാംഗങ്ങളെയും വിട്ട് ഗൾഫ് നാടുകളിലേക്കും മറ്റും പറിച്ചു നട്ടപ്പെട്ടവരാണ് നമ്മൾ പ്രവാസികൾ. തന്റെ യൗവനം മുഴുവൻ ഗൾഫിൽ ഒരുക്കി തീർക്കുന്നതാണ് അവൻ. പക്ഷേ എന്ത് ചെയ്യാം, തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം മറ്റുള്ളവരെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പാടുകൾ ഓർത്ത് എത്ര വേണമെങ്കിലും വിദേശത്ത് നിൽക്കും. നമ്മളുടെ ഒരവസ്ഥ അതാണ്. നമുക്ക് വീണ്ടും 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 കമ്മിറ്റ്മെന്റുകൾ വന്നുകൊണ്ടേയിരിക്കും. 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് കരുതുന്നവൻ ഒരു ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. കാര്യം ഒന്നിന് പുറകിൽ ഒന്നായിട്ട് തന്നെ വിളിച്ചു പറയുന്ന, തന്റെ കടമകളാണെന്ന് പറയുന്ന, തന്റെ തലയ്ക്ക് വെച്ച് തരുന്ന എല്ലാം നമ്മൾ സഹിച്ച് നിൽക്കേണ്ടി വരും. നിസ്സഹായതയുടെ, വേദനയുടെ, ഒറ്റപ്പെടലിന്റെ ഒക്കെ നടുവിൽ നിന്നും പ്രവാസി എങ്ങനെയാണ് ജീവിതം കെട്ടിപ്പടുക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ സ്വന്തം ഭാര്യയെങ്കിലും അത് അറിഞ്ഞിരിക്കണം. ആരില്ലെങ്കിലും ഭാര്യയെങ്കിലും കൂടെ ഉണ്ടാകണം. കാര്യം അവരാണ് യഥാർത്ഥത്തിൽ സ്വന്തം ഭർത്താവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാറുള്ളത്. പക്ഷെ ദുർദൈവവശാൽ അത് നടക്കാറില്ല. നാട്ടിലുള്ള ഒരു പരിപാടിയും പ്രവാസിക്ക് പറയാനുള്ളതല്ല. പ്രിയപ്പെട്ടവരുടെ കല്യാണമാകട്ടെ, മരണമാകട്ടെ, ആഘോഷങ്ങളാവട്ടെ, ഉത്സവങ്ങള് എല്ലാം ഫോണിലൂടെ നിറകണ്ണുകളോടെ കേട്ടിരിക്കാൻ മാത്രമേ പ്രവാസിക്ക് യഥാർത്ഥത്തിൽ വിധിയുള്ളൂ. ഇനി എന്തെങ്കിലും അസുഖം വന്നാലോ പ്രവാസി
ഈ എത്ര ചെറിയ അസുഖം മൂലം എത്ര വലിയ അസുഖം വരെ വന്നാലും മിക്കവാറും ഒക്കെ പെനഡോളും ടൈഗർ ബാമും ഒക്കെ ആയിട്ട് ചികിത്സ ഒതുക്കുന്നു. ഒരു ഡോക്ടറെ കണ്ടുകിട്ടാൻ പ്രയാസം, ഹോസ്പിറ്റൽ അടുത്ത് കാണത്തില്ല. ഇനി അഥവാ ഡോക്ടറെ കണ്ടാലും ചിലവാകുന്ന തുകയൊക്കെ ആലോചിച്ച് പെനഡോളിനകത്ത് ഒതുക്കും. അപ്പൊ അതും കൂടെ നാട്ടിലേക്ക് അയക്കാനാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കാത്തു നിൽക്കുന്ന ഷുഗറും പ്രഷറും ക്യാൻസറും കിഡ്നി ഫെയിലറും ഹാർട്ട് അറ്റാക്കും പോലെയുള്ള അസുഖങ്ങളാണ്. അതൊന്നും നമ്മൾ മനസ്സിലാക്കാറില്ല. എത്രയോ ദുഃഖം തോന്നുന്നു. എത്രയോ പേരുടെ ശവപ്പെട്ടി ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഒരു ജീവിതം മുഴുവൻ സ്വപ്നം കണ്ടുപോയവരാണ്. 3, 4, 5 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് നാട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം എന്നേക്കും കഴിയാം എന്നുള്ള ചിന്തയിലായിരിക്കും ഇവരെല്ലാം പോയിട്ടുള്ളത്. പോയി മരിച്ച് പെട്ടിക്കകത്ത് വരുന്നതും അതല്ലാതെ തന്നെ രോഗിയായി മരണത്തിന് തുല്യമായിട്ട് എത്തുന്നതും ഒക്കെ രണ്ടും ഒന്നുപോലെ തന്നെയാണ്. ഒന്ന് കഷ്ടപ്പാടും ദുരിതവും നരകവും വാർദ്ധക്യവും എല്ലാം കൊണ്ട് ആ അവസാന നിമിഷം കമ്പനി തന്നെ കയറ്റിവിട്ട് നാട്ടിലെത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഇവിടെയും അവരെ മറന്നുപോയ നാടും നാട്ടുകാരും കുടുംബാംഗങ്ങളും സ്വന്തം ഭാര്യ പോലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ ഗൾഫിൽ പോയി സൂചിച്ചതല്ലേ എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സൂചിച്ചതെന്ന് അവന് മാത്രമേ അറിയാവൂ. ഈ ചൂടും വെയിലും എല്ലാം കൊണ്ട് നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബസ്സിൽ കയറി സൈറ്റിൽ ചെന്ന് രാത്രി തിരിച്ചു വരുന്നവൻ എന്താണ് സൂചിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓരോ തവണയും നാട്ടിൽ പോകുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പോട്ട് അവൻ മേടിച്ചു വെച്ച് കട്ടലിന്റെ അടിയിൽ മേടിച്ചു വയ്ക്കുന്ന നാട്ടിലെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി മേടിച്ചു വയ്ക്കുന്ന ഓരോരോ സാധനങ്ങളാണ് അവന്റെ ജീവിതം എന്ന് പറയുന്നത്. കുടുംബത്തോടൊപ്പം ഗൾഫിൽ ചുരുക്കം ചിലർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഭൂരിഭാഗവും സാധാരണ ആളുകൾ ജീവിക്കാൻ വേണ്ടിയാണ് അവിടെ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ച് ഗൾഫില്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്ന പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ നിൽക്കുന്നതല്ല, നിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. ആ വീട്ടുകാരും നമ്മുടെ സമൂഹവും നമ്മുടെ ബന്ധുക്കളും എല്ലാം നമ്മളെ അങ്ങനെ നിർബന്ധിച്ച് അവിടെ നിർത്തുകയാണ്. നമുക്കറിയാം സമ്പത്ത് കാലത്ത് കാവത്ത് വെച്ചാലെന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പോലും വെക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ കിട്ടിയ സമ്പാദ്യം മുഴുവൻ മക്കളുടെ വിദ്യാഭ്യാസം, ബന്ധുക്കളുടെ കാര്യങ്ങള്, കല്യാണം, മരണം, അത് ഇതായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വർഷങ്ങളോളം ഗൾഫിൽ അടിമയെ പോലെ പണിയെടുത്ത് കുബൂസും വെള്ളവും കുടിച്ച് കിട്ടുന്നത് മുഴുവൻ വീട്ടിലേക്ക് അയച്ച് കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് പ്രവാസികൾ. പക്ഷെ അവസാനം കാലം അവർക്കായിട്ട് കാത്തുവെക്കുന്നതോ ഒറ്റപ്പെടലും വാർദ്ധക്യവും ദുഃഖവും വിരസതയും മരിച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുകയും അത് മനസ്സിലാക്കാത്ത ബന്ധുക്കളുമാണ് ഏറ്റവും വലിയ ദുഃഖം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകളെ കുറിച്ച് ചാവക്കാടുകാരൻ ഒരു അബ്ദുൽ കരീം എന്നൊരു പ്രവാസിയുണ്ട്. അപ്പൊ പുള്ളി കുറച്ച് കാര്യങ്ങൾ, പുള്ളിയുടെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൂടെ കേട്ടിട്ട് നിർത്താം. സമയവും കൂടെ നോക്കണം. പ്രവാസത്തിലെ പ്രയാസം അതിന്റെ ശരിയായ ഗൗരവത്തോടു കൂടി തന്നെ വീട്ടുകാരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തണം. പുള്ളിയുടെ അനുഭവം വെച്ച് ഈ അബ്ദുൽ കരീം ചാവക്കാട് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ അവരെ മനസ്സിലാക്കണം. നമ്മളൊരു ATM മെഷീൻ അല്ല എന്നുള്ളവരെ മനസ്സിലാക്കണം. ആദ്യം സാലറി കിട്ടുന്ന അന്ന് മുതൽ തന്നെ ചെറുതെങ്കിലും ഒരു സംഖ്യ കരുതൽ ധനമായിട്ട് സൂക്ഷിക്കണം. അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഭാവിയിൽ പ്രവാസം അവസാനിപ്പിച്ച് വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചായക്ക് കൈനീട്ടാതിരിക്കാനെങ്കിലും ഈ ചെറിയ തുകയായാലും അത് ഉപകരിക്കും. അതൊരു വലിയൊരു കാര്യമാണ്. നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബുദ്ധിപൂർവം ഉപയോഗിക്കണം. പലരും പലതും പറയാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നോ എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ നോ എന്ന് തന്നെ പറയാൻ പഠിക്കണം. നമുക്ക് ഏറ്റവും മനുഷ്യനെ തന്നെ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളിലാണ് ഒന്നാണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് നോ പറയുന്നത് എന്നുള്ള ആലോചിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയുക. അതുപോലെ ആലോചിക്കാതെ യാതൊരു വാഗ്ദാനവും നൽകരുത്. ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയരുത്. ആലോചിക്കട്ടെ എന്ന് മാത്രമേ പറയാവൂ. ഇതെല്ലാം നമ്മൾ പട്ടിണി കിടന്നിട്ട് ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. കാര്യം നിങ്ങളില്ലാത്തപ്പോൾ അവർ ബിരിയാണി തന്നെയാണ് കഴിക്കുന്നത്. നിങ്ങളുടെ പണത്തിന് തന്നെ അവർ ബിരിയാണി കഴിക്കുന്നുണ്ട്. ഇത് നിങ്ങളായിട്ട് മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല.
അവനവന്റെ കൊച്ചു കൊച്ചു ആവശ്യങ്ങള് അതൊരിക്കലും മാറ്റിവെക്കാതെ നടപ്പിലാക്കുക. കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ജീവിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടി കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ ദുഃഖിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പ്രവാസവും വെയിലും തണുപ്പും ഒക്കെ നിങ്ങൾക്കുള്ളതും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പാദ്യം നിങ്ങൾക്കുള്ളതാണെന്ന് കരുതിയാൽ തെറ്റിയ സമ്പാദ്യം മറ്റുള്ളവർക്കുള്ളതാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പ്രകൃതിയുടെ തന്നെ യാഥാർത്ഥ്യമാണ്. അത് പ്രവാസിക്കായാലും ആർക്കായാലും. അപ്പോൾ കടം വാങ്ങിയാലും അനുഭവിക്കാൻ ആളുണ്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാതെ യാതൊരുവിധ സഹായവും ആർക്കും ചെയ്യേണ്ട. നമ്മുടെ വീട്ടുകാർക്ക് ചെയ്യേണ്ട സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നല്ല കാര്യമാണ്. അപ്പോ വേറെ അങ്ങനെ അധികമായിട്ടൊന്നുമില്ല. ഈ വിഷയം ധാരാളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും നടപ്പിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നടപ്പിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളത് ഇത് ദിവസേന കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ന്യൂസിൽ വായിക്കുന്നു, പത്രങ്ങളിൽ, TV-യിൽ, ഇതിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനൊന്നും മറ്റുള്ളവരെ ആ സമയത്താകെ ആശ്രയിക്കാൻ നിൽക്കാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു പെട്ടിക്കടയെങ്കിലും ഇട്ടുകൊണ്ടിരിക്കാനുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോകാം. അതുകൊണ്ട് ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ, ഇത് കേൾക്കാനും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ. വണക്കം.